ജയ്പർപൂർ ഗ്രാമം വടക്കൻ ഇന്ത്യയിലെ ഒരു ശാന്തമായ സ്ഥലത്താണ് ഉള്ളത്. ആ സ്ഥലം കാണാൻ വളരെ പശ്ചിമ നിറഞ്ഞതായിരിക്കും. അവിടെയുള്ള ജനങ്ങൾ കഠിനാധ്വാനികളാണ്. പക്ഷേ ഗ്രാമത്തിലെ ഒരുപാട് ജനങ്ങൾ ദാരിദ്ര്യത്തിലായിരുന്നു. ഗോപാൽ തന്റെ സുഹൃത്തായ മനോഹറോട് സംസാരിക്കുകയായിരുന്നു. എന്തെന്ന് അറിയില്ല, ഗ്രാമത്തിലേക്ക് മുന്നേ പോലെ സെഴിപ്പൊന്നും കിട്ടുന്നില്ല. അതെ, കുറച്ചു വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ പോകുന്നത്. കാര്യം എന്തെന്ന് വെച്ചാ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്. പക്ഷെ എന്താന്നറിയില്ല, ലക്ഷ്മിദേവി നമ്മളെ കൊണ്ട് എപ്പോഴും സന്തോഷമൊന്നും പെടുന്നില്ല. ചേട്ടാ, നമ്മളെ കൊണ്ട് സാധാരണ ആൾക്കാർ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യത്തില് ഗ്രാമത്തലവർ വിചാരിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നഗരത്തിലിരുന്ന് എന്തെങ്കിലും കമ്പനീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. കൃഷിക്കാർക്ക് കൃഷിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. ചെക്കന്മാരുടെ ജോലിക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരാം. പക്ഷെ ഇല്ല, സമ്പത്രാം തലവരാന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിനെ വിശ്വസിച്ച് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? വാ, സമയാകുമ്പോഴേക്കും നമുക്ക് ജോലി തീർത്തിട്ട് പോകാം. വാ, നമുക്ക് ജോലി തുടങ്ങാം. അതെ, നമുക്ക് ജോലി ചെയ്താലേ പറ്റൂ. പിന്നെ നമുക്ക് ഗ്രാമത്തിന്റെ കിണറ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നാണോ? അത് വിറ്റ് നമുക്ക് രണ്ടുപേർക്കും കോടീശ്വരനാകാൻ. അതെ, ശരിയാണ് പറഞ്ഞത്. ഗോപാലിന്റെ പാടം വളരെ ചെറുതാണ്. പക്ഷെ ആ പാടത്ത് ജോലി ചെയ്താണ് അദ്ദേഹം തന്റെ കുടുംബം പോറ്റുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ആശ, പിന്നെ 10 വയസ്സ് മകൻ രാഘവ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ആശ ഗോപാലിനോട് പറഞ്ഞു, ചേട്ടാ, നമ്മൾ ഇനി എത്ര ദിവസം ഇങ്ങനെ കഷ്ടപ്പെടാനാണ്? നമ്മുടെ അവസ്ഥ ഒരിക്കലും മാറില്ലേ? ഈ ദാരിദ്ര്യം കാരണം നമുക്ക് ജീവിക്കാനാകുന്നില്ല. ആശ, ധൈര്യത്തിന് വിടരുത്. ദൈവം നമ്മുടെ അധ്വാനത്തിനെ കാണുന്നുണ്ട്. ഒരു ദിവസം എല്ലാം ശരിയാവും. നമുക്ക് നമ്മുടെ ജോലിനെ മാത്രം ശരിയായിട്ട് ചെയ്താൽ മതി. ഗോപാലിന്റെ ആത്മവിശ്വാസം, പിന്നെ അദ്ദേഹത്തിന്റെ കഠിന അധ്വാനം, അദ്ദേഹത്തിന്റെ സ്നേഹം, ഇതൊക്കെ ഈ കുടുംബത്തിനെ കഷ്ടത്തിൽ പോലും വീഴാതെ പിടിച്ചു നിർത്തി. പക്ഷെ അവരുടെ വിഷമത്തിന് മറ്റൊരു കാരണവും ഉണ്ട്. അവരുടെ മകൻ രാഘവ്, അവൻ ചെറുപ്പം മുതലേ അസുഖം പിടിച്ചവനാണ്. ഈ കഷ്ടപ്പാട് പോലും നമ്മൾ എങ്ങനെയെങ്കിലും സഹിക്കാം. പക്ഷേ രാഘവിന്റെ ഈ അവസ്ഥ എനിക്ക് താങ്ങാനാവുന്നില്ല. ഗ്രാമത്തിലെ പ്രസിദ്ധന്മാരായ ഡോക്ടറെ ഒക്കെ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരു പ്രയോജനവുമില്ല. നാളെ വീണ്ടും ഇവനെ മറ്റൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കണം. ആശ തന്റെ മകൻ രാഘവിനെ ഡോക്ടറെ കാണാൻ കൊണ്ടുപോയി. ഡോക്ടർ രാഘവിനെ പരിശോധിച്ചതിന് ശേഷം എന്തു പറഞ്ഞെന്നാൽ, ആക്ച്വലി രാഘവ് നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ അവനെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലായിരുന്നു. അതുകാരണം ഇവന്റെ ശാരീരിക വളർച്ച ബാധിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനത്തെ അവസ്ഥയിൽ കുട്ടികൾ ജനിച്ചതിന് ശേഷം ബലഹീനരായിരിക്കും. പക്ഷേ ഡോക്ടർ, ഞങ്ങൾ അവനെ നന്നായാണ് നോക്കിയത്. എന്ത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഡോക്ടർ ആൻറ്റി, എന്റെ അസുഖം ഒരിക്കലും മാറില്ലേ? തീർച്ചയായും മാറും മോനെ. ഒരുപക്ഷെ രാഘവിനെ സിറ്റിയിലുള്ള ഒരു നല്ല ഡോക്ടറെ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ ഇവനെ ഗുണം പ്രാപിക്കും. പക്ഷെ ആ ട്രീറ്റ്മെന്റിന് ഒരുപാട് കാശ് വേണം. ഡോക്ടർ, എത്ര രൂപയാ വേണ്ടത്? പണം ഒരുപാട് ചെലവാകും. അതായത് ലക്ഷക്കണക്കിന് പണം ചെലവാകും. ഡോക്ടർ പറഞ്ഞത് കേട്ട് രാഘവിനെ ട്രീറ്റ്മെന്റ് ചെയ്യിപ്പിക്കാനായി ഗോപാലും ആശയും അവനെ സിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പക്ഷെ പണമില്ലാത്തത് കൊണ്ട് അവർക്ക് പോകാനായില്ല. ഈ പാവപ്പെട്ടവൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ല ഇതുവരെ. പക്ഷെ ഇന്ന് ഇത്ര കഷ്ടമായിരിക്കുന്നു. പണമുണ്ടായിരുന്നെങ്കിൽ സിറ്റിയിലുള്ള ഡോക്ടറെ ചെന്ന് കാണാമായിരുന്നു. ഞാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഇത്തവണ കൃഷി നന്നായിട്ട് വന്നാൽ ഇവന് ആദ്യം ചികിത്സ ചെയ്യണം. അതുവരെ രാഘവനെ നമ്മൾ സുരക്ഷിതമായി നോക്കണം. ഇപ്പോൾ ഗോപാൽ തന്റെ പാടത്ത് കഠിനമായി അധ്വാനിക്കാൻ തുടങ്ങി. ഒരു ദിവസം പാടത്ത് ജോലി ചെയ്യുമ്പോൾ കലപ്പയിൽ എന്തോ സാധനം കുടുങ്ങിയതുപോലെ തോന്നി. ഗോപാൽ വളരെ പേടിച്ച് ആ കലപ്പ പുറത്തേക്ക് വലിച്ചു. അദ്ദേഹം നോക്കിയപ്പോൾ നിലത്തു നിന്നും ഒരു വ്യത്യസ്തമായ സാധനം കിട്ടി. അത് പുറത്തേക്ക് എടുത്തിട്ട് ഗോപാൽ നോക്കി. അതൊരു സ്വർണ്ണ വിളക്കായിരുന്നു. പല വർഷങ്ങളായി അത് ഭൂമിയുടെ അടിയിലായിരുന്നു. എന്താ അത്? ഇത് കാണാൻ പഴയ വിളക്ക് പോലെ ഉണ്ടല്ലോ. നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോയി ക്ലീൻ ചെയ്തേക്കാം. ഗോപാൽ വീട്ടിലേക്ക് വന്ന് ആ വിളക്ക് അദ്ദേഹം വൃത്തിയാക്കി. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അതൊരു സ്വർണ്ണ വിളക്കാണെന്ന്. ആശ ആ വിളക്ക് കണ്ടിട്ട് ഒരുപാട് സന്തോഷിച്ചു. ആശ ആ വിളക്ക് നോക്കിയിട്ട് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, എന്റെ ദൈവമേ, ചേട്ടാ, ഇത് സ്വർണ്ണ വിളക്കാണെന്ന് തോന്നുന്നു. നോക്കൂ, ഇത് നമ്മൾ വിറ്റാൽ നമുക്ക് ഒരുപാട് കാശ് കിട്ടും. നമുക്ക് രാഘവിനെ ചികിത്സിക്കാനാകും. നമ്മുടെ കഷ്ടപ്പാടൊക്കെ ഇതോടെ മാറും ചേട്ടാ. ശരിയാണ് പറഞ്ഞത് ആശ. നാളെ തന്നെ നഗരത്തിൽ ചെന്ന് ഈ വിളക്ക് വിറ്റിട്ട് വരാം. എന്നാ നമുക്ക് എല്ലാ കഷ്ടങ്ങളും മാറിക്കിട്ടും. നീ തന്നെ നോക്ക്, ഈ വിളക്ക് എത്ര വലുതാണല്ലേ.
ദീപക് ആ വിളക്ക് നന്നായി വൃത്തിയാക്കി. മുറിയിൽ ഒരു വ്യത്യസ്തമായ പുക പൊങ്ങി വന്നു. കുറച്ചു സമയത്തിനകം ആ പുക ഒരു വലിയ ഭൂതമായി മാറി. അതിന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. നീ എന്നെ ഈ വിളക്കിലിരുന്ന് മോചനം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിന്റെ ആഗ്രഹത്തിന് നിറവേറ്റും. പറയൂ മുതലാളി, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് തീർച്ചയായിട്ടും സഹായിക്കുവോ? അതെ, തീർച്ചയായിട്ടും. ഈ അവകാശം ആലോചിച്ച് നല്ലപോലെ ഉപയോഗിക്കൂ. നിങ്ങൾക്ക് ഒരു അവകാശം മാത്രമേ ഉള്ളൂ. ഗോപാൽ ആലോചിക്കാൻ തുടങ്ങി. ചേട്ടാ, നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത്? നമ്മുടെ രാഘവന്റെ അസുഖം മാറ്റാൻ അദ്ദേഹത്തോട് പറയൂ. ദേ നോക്കൂ ഭൂതം പ്രഭു. അതായത് ഗോപാൽ ആശയെ തടഞ്ഞു നിർത്തി. ഇല്ല ഇല്ല ആശ, ഒന്ന് നിക്ക്. ഇപ്പൊ നമ്മുടെ രാഘവന് ശരിയാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്താൽ നമ്മുടെ കഷ്ടം മാത്രമേ തീരൂ. പക്ഷെ ഇദ്ദേഹത്തിന്റെ അടുത്ത് നമ്മുടെ ഗ്രാമത്തിന് വേണ്ടി ചോദിച്ചാല്, നമ്മുടെ ഗ്രാമത്തിന് എല്ലാവർക്കും വേണ്ടി ഒരു ചോദ്യം ചോദിച്ചാൽ, അപ്പോ ഇവിടെ എല്ലാവർക്കും നല്ലത് സംഭവിക്കും. നിങ്ങൾ പറയുന്നതും ശരിയാണ്. ഗോപാൽ കുറച്ചു സമയം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തില് ഏഴുമേരിക്കയാണ്. ഞങ്ങൾക്ക് മാത്രം എണ്ണ കിണറ് കിട്ടിയെന്ന് വെച്ചാൽ അപ്പൊ ഞങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടും. നിന്റെ ആഗ്രഹം സാധിക്കും. ആ കിണറ്റിലിരുന്ന് എണ്ണ വരും. അത് സ്വർണത്തിനെക്കാട്ടിലും വില ഉയർന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും അത് സൂക്ഷിച്ചു ഉപയോഗിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഭൂതം മാഞ്ഞുപോയി. ഗോപാലും ആശയും സന്തോഷിച്ചു. അടുത്ത ദിവസം രാവിലെ ഗോപാൽ ആശയെയും മനോഹരനെയും കൊണ്ട് തന്റെ പാടത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം നോക്കി. അദ്ദേഹത്തിന്റെ പാടത്തിന്റെ നടുക്ക് ഒരു വലിയ കിണറുണ്ടായിരുന്നു. ആ കിണറിൽ കറുത്ത എണ്ണ നിറഞ്ഞിരുന്നു. ഗോപാലിന് ഇത് കണ്ടിട്ട് വിശ്വസിക്കാനേ ആയില്ല. ഇത് ശരിക്കും അത്ഭുതം തന്നെ. ദൈവം നമ്മുടെ അധ്വാനത്തിന് സമ്മാനം തന്നിരിക്കുന്നു. എന്റെ ദൈവമേ, നിങ്ങളിത് കണ്ടോ? ഈ കിണർ നിറച്ചും എണ്ണ ഇരിക്കുകയാണല്ലോ. നല്ല കാര്യം ഗോപാൽ, നീ ഇത്ര നേരം വെറുതെ പറയാന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ എന്റെ കണ്ണിനെ എന്നെ കൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗോപാലും മനോഹറും ആ കിണറിൽ നിന്നും എണ്ണ എടുത്തു. എന്നിട്ട് അത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി വിറ്റു. അവർക്ക് ഒരുപാട് കാശ് കിട്ടി. അദ്ദേഹത്തിന് അതിൽ നിന്നും ഒരുപാട് ലാഭം ലഭിച്ചു. അത് കാരണം രാഘവിന്റെ ട്രീറ്റ്മെന്റും നടന്നു. അദ്ദേഹം തന്റെ പാടം ശരിയാക്കി. വീട്ടിലുള്ളവർക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങി. നല്ലൊരു വീടും പണിതു. മനോഹരന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. നല്ല കാര്യം ഗോപാൽ, ഇപ്പൊ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കോടീശ്വരനാകണമെന്ന് വിചാരിക്കുന്നു. മനോഹരെ, കോടീശ്വരനാവനൊന്നും വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ആദ്യം നമുക്ക് ഗ്രാമത്തിലേക്ക് ഏഴുമേണ്ടി നമ്മൾ പോക്കണം. നീയും ശരിയാണ് പറഞ്ഞത് ഗോപാലെ. ഗോപാൽ എണ്ണ വിറ്റ് കിട്ടിയ കാശിന്റെ വലിയൊരു ഭാഗം ഗ്രാമത്തിന്റെ വളർച്ചയ്ക്കായി ചെലവാക്കി. ഗ്രാമത്തിൽ അദ്ദേഹം ഒരു സ്കൂൾ ഓപ്പൺ ചെയ്തു. ഗ്രാമത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ അത് സഹായകരമായിരുന്നു. കൃഷിക്കാരുടെ വിളവുകളെ നല്ല വിലയ്ക്ക് വിറ്റുകൊടുത്തു. അത്ഭുതം ഗോപാൽ, നീ ഗ്രാമത്തിലേക്കേണ്ട അവസ്ഥയെ മാറ്റിക്കളഞ്ഞു. ഇത്ര വലിയ കാര്യം സമ്പത്ത് റാം തലവരായിരുന്ന പോലും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ നീ വലിയ കാര്യം ചെയ്തിരിക്കുന്നു ഗോപാൽ. ഇത്തവണ നീ തലവര് തെരഞ്ഞെടുപ്പില് ആ തലവര് പദവിക്ക് തീർച്ചയായിട്ടും നീയും മത്സരിക്കണം. നല്ല ആലോചനയാണ്. തലവരായതിനു ശേഷം ഈ ഗ്രാമത്തിലേക്ക് കുറെ കാര്യങ്ങളും ഞാൻ ചെയ്യും. ഗ്രാമത്തിലെ കുറച്ച് ജനങ്ങൾ ഗോപാൽ ഇത്തവണ ഇലക്ഷന് നിൽക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ആ ഗ്രാമത്തിന്റെ തലവൻ സമ്പത്ത് റാമിന് ഇത് അസൂയുണ്ടാക്കി. സമ്പത്ത് റാം തന്റെ കയ്യാളായ ധർമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവൻ ഇത്തവണ എനിക്കെതിരായിട്ട് മത്സരിക്കുന്നു. എടോ, 30 കൊല്ലമായിട്ട് ഞാനാണ് ഇവിടെ തലവരായിരിക്കുന്നത്. ആ എണ്ണക്കിണറ് കാരണം കൊണ്ടാണ് അവൻ ഇത്ര ധിക്കാരം വന്നിരിക്കുന്നത്. നമുക്ക് ഉടൻ തന്നെ ആ കിണറിനെ അപകരിക്കണം. നിങ്ങളെ വിഷമിക്കേണ്ട മുതലാളി, ഞാൻ എന്റെ ആളുകളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇന്ന് രാത്രി തന്നെ കിണറ്റിൽ ഞാൻ ഇറങ്ങിയേക്കാം. അവൻ ഈ എണ്ണ കിണർ വെച്ചുകൊണ്ടല്ലേ അവൻ ഇത്രയും ചെയ്യുന്നത്. ഞാൻ ഇന്ന് തന്നെ ആ കിണറ്റിലിരിക്കുന്ന എല്ലാ എണ്ണയും എടുത്തേക്കാം. അതെ, ചെയ്യ്. ഇന്ന് രാത്രി തന്നെ ചെയ്തേക്ക്. കിണറ് കാലിയായതിനു ശേഷം പിന്നെയും കിണറ് നിറയാൻ തീർച്ചയായിട്ടും 2-3 ദിവസം എടുക്കുമല്ലോ. പിന്നെയും നിറഞ്ഞാൽ പിന്നെയും ചെന്ന് നമുക്ക് എടുത്ത് കാലിയാക്കാം. സമ്പത്ത് റാം രാത്രി സമയത്ത് തന്റെ ആളുകളെ പറഞ്ഞയച്ചു. ഗോപാലിന്റെ പാടത്തു നിന്നും എണ്ണ എടുക്കാനായി പറഞ്ഞയച്ചു. പക്ഷെ ആ ആളുകൾ ആ കിണറിൽ നിന്നും എണ്ണ എടുക്കാനായി ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് കിണറിൽ തീ കത്താൻ തുടങ്ങി. ഇത് കണ്ടിട്ട് എല്ലാരും തന്നെ പേടിച്ചു ഓടി. അടുത്ത ദിവസം ഗോപാലിനെ ഇക്കാര്യം അറിഞ്ഞതും തന്നെ തന്റെ ഗ്രാമത്തിലെ ജനങ്ങളെ ഒന്നിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഈ കിണറ് എന്റേത് മാത്രമല്ല, ആ ദൈവത്തിന്റെ വരവാണ്. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും ഇതിന് പ്രശ്നം തരുമെന്ന് വിചാരിച്ചാൽ അത് ഈ ഗ്രാമത്തിന് തന്നെ പ്രശ്നം തരുന്ന പോലെയാണ്. ശരി ഗോപാൽ, നമ്മൾ ഈ സമ്പത്ത് റാമിനെ വെറുതെ വിടാൻ പാടില്ല.
അദ്ദേഹം ചെയ്ത തെറ്റിന് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടണം. കുറച്ചു സമയത്തിനകം സമ്പത്റാമിന്റെ വീട്ടിലേക്ക് പോലീസ് വന്നു. സമ്പത്റാം, നീ ഗോപാലിന്റെ എണ്ണക്കിണറിന് തീ വെക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഈ എണ്ണക്കിണറ് ഗോപാലിന് സ്വന്തമായതാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ഗോപാലിന്റെ ശബ്ദം കേട്ട് എല്ലാരും അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഒരു മിനിറ്റ് ഇൻസ്പെക്ടർ മാഡം, ആരും അവിടെ വന്ന് തീ വെച്ചതല്ല. ആ തീ അറിയാതെ കത്തിയതാണെന്ന് തോന്നുന്നു. പക്ഷേ ഗോപാൽ, ഗ്രാമത്തിലെ ജനങ്ങളാണ് ഇദ്ദേഹത്തിന്റെ മേലിൽ കംപ്ലൈന്റ് നൽകിയത്. അദ്ദേഹം എന്തോ തെറ്റായിട്ട് വിചാരിക്കുന്നത് തോന്നുന്നു. ഇതില് സമ്പത്രാമന്റെ മേലെ ഒരു തെറ്റുമില്ല. ശരി, നിങ്ങളിങ്ങനെ പറഞ്ഞതിനു ശേഷം ഇത് ഞാൻ കേസാക്കാൻ പറ്റില്ല. ഞങ്ങൾ വരട്ടെ. പോലീസ് ഇൻസ്പെക്ടർ അവിടെ നിന്നും പോയി. പക്ഷേ സമ്പത്റാമിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നെ ക്ഷമിച്ചേക്ക് ഗോപാലേ, ഞാൻ നിന്റെ കിണറ്റില് എന്നെ മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ എന്റെ മേലെ നിനക്ക് ഒരു കോപവും ഇല്ലല്ലോ. എന്നെ ക്ഷമിച്ചേക്ക്. ഞാൻ നിന്റെ മേലെ അസൂയപ്പെട്ടു. എന്നെ ക്ഷമിച്ചേക്ക്. സമ്പത്രാമേട്ടാ, മനുഷ്യരെല്ലാം തെറ്റ് ചെയ്യുവാണ്. നിങ്ങൾ ഇത്രയും ദിവസം തെറ്റായ വഴിയിൽ പോയതാണ്. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ കണ്ണിലിരുന്ന് എന്നെ കണ്ണീര് പറയുന്നു. നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. സമ്പത്രാമേട്ടാ, നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നേക്കൂ. നമ്മൾ നമ്മുടെ ഗ്രാമത്തിന് വളർച്ച നോക്കി കൊണ്ടുപോകാം. നമ്മുടെ ഗ്രാമത്തിന് നല്ലപോലെ നമുക്ക് കൊണ്ടുപോകാം.